നമസ്കാരം. കൃഷ്ണ ആയുർവേദയുടെ പുതിയ ഒരു തക്കാളി കൃഷിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്നും ലഭ്യമായ തക്കാളി തൈകളാണ്. വളരെ ചെറിയ തൈകളാണ് കിട്ടിയത്. ഒരു 12 ദിവസം നട്ടതിന് 12 ദിവസത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം നട്ടിരിക്കുന്നത് ചെറിയ പോട്ടുകളിലാണ്, ചെടിച്ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നല്ല കരുത്തോടു കൂടി, അതായത് നമ്മൾ ആ ദിവസത്തിൽ എത്രയാണോ അതിന് കരുത്ത് വേണ്ടത് അത്രയും നന്നായിട്ട്, അതിലും അപ്പുറത്തേക്ക് നല്ല കരുത്തിലായിട്ട് നിൽക്കുന്ന ചെടികളാണ്. ഒരു ചട്ടിയിൽ 2 തൈകൾ വീതമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ നല്ല വേനൽ സമയത്ത് വെള്ളത്തിൻ്റെ സുഗമമായ ഇതിന് വേണ്ടിയിട്ട്, അതിന് ചെടികൾക്ക് നല്ല ജലം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ചെടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുപ്പി ഇതുപോലെ ചുവട് കീറിയിട്ട് അതിൻ്റെ മണ്ടവശം കിഴിച്ച് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഡ്രോപ്പായിട്ട് വെള്ളം അതിലേക്ക് വീഴുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട്, അതായത് ആ നല്ല കടുത്ത ചൂടിലും ഒരു കുഴപ്പവും വരാതെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ഈ കൃഷിയിൽ നമ്മൾ ചെയ്ത ഒരു മെത്തേഡ്, അതിൻ്റെ മണ്ണൊരുക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരു കൃഷിക്ക് ആവശ്യമായത് അതിൻ്റെ അടിസ്ഥാന വളവും മറ്റും നമ്മളത് നടുമ്പോൾ തന്നെ കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയാൽ ആ ചെടിക്ക് അത്യാവശ്യം മറ്റ് വളങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നല്ലവണ്ണം കായ പിടിച്ച് കിട്ടും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെറിയ എന്തെങ്കിലും വളം ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയാൽ പോലും, അല്ലെങ്കിൽ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടും, ചെടിക്ക് കരുത്തും ഉണ്ടാവും. നമ്മൾ ഈ പോട്ടിൽ ചെയ്തത്, ഇതിൻ്റെ ഏകദേശം ഒരു അര ഭാഗത്തോളമാണ് മണ്ണ് നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ നന്നായിട്ട് കരിയില പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഓടുമുറി നിരത്തിയിട്ടുണ്ട്. കയറി ഹോൾ അടഞ്ഞൊന്നും പോയി പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരിയില നിരത്തിയിട്ട് ചാണകപ്പൊടി ഒരു ലെയർ നിരത്തിയിട്ടുണ്ട്. എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണ് നമ്മൾ കിളച്ച് കട്ട ഉടച്ചിട്ട് അതിലേക്ക് ചാണകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മണ്ണ് ഇതിലേക്ക് നിറച്ചിരിക്കുന്നത്. അടിസ്ഥാന വളങ്ങളെല്ലാം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വേപ്പ് മണ്ണാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൈവ വളം, അതായത് നമ്മുടെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കോഴിവളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് അതിൽ ഏതെല്ലാം ഇത് വേണോ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ കരിയിലയും മണ്ണും ചാണകപ്പൊടിയും കൂടെ ലെയറായിട്ട് നിറച്ച്, അത് തന്നെ നല്ല ഒരു വളക്കൂട്ടാണ്. പിന്നീടൊരു വളത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഈ ചെടിയുടെ കരുത്തിൻ്റെ രഹസ്യം. അങ്ങനെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടും. നമ്മളധികം തൈകൾ നട്ടിട്ടുണ്ട്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 10, 30ഓളം തക്കാളി തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ബോണസായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കിളിച്ച് കയറി വന്ന ഒരു പാവലാണ്. നമ്മൾ അരിയിട്ടൊന്നുമല്ല, അങ്ങനെയും അതിനകത്തൊരു അരി കിടന്ന് കിളിച്ച് വരികയാണ്. ഇതാണ് നമ്മുടെ തക്കാളി കൃഷിയുടെ വീഡിയോ. പിന്നെ ഉറപ്പായിട്ടും തക്കാളിക്ക് നമ്മൾ ഒന്നുകിൽ കയറ് കെട്ടി മേപ്പോട്ട് കൊടുക്കണം. അതിൻ്റെ ലോലമായ തണ്ടാണ്, ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ താങ്ങ് കൊടുത്ത് അതിലൂടെ ചേർത്ത് കെട്ടണം. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് പിടിച്ച് കെട്ടുന്ന ഒരു, അതായത് ലോക്ക് ചെയ്തിട്ടാൽ അതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു കൃഷി ഉപകരണമാണ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ തന്നെ, അതായത് നന പോലും ശരിക്കും നമ്മളിങ്ങനെ കുപ്പിയിൽ വെള്ളം വെച്ച് കൊടുത്തപ്പോൾ നനയുടെ ആവശ്യം പോലും ഇല്ലാതെ ഇത് തീരുമ്പോൾ നിറച്ച് കൊടുക്കുക എന്നൊരിതിലേക്കുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാളി കൃഷിയുടെ ഏറ്റവും പുതിയ വീഡിയോ. പൂവായി തുടങ്ങുന്നുണ്ട്. 15, 16, 17 ദിവസം കൊണ്ട് തന്നെ ഇത് ബ്രാഞ്ചസ് വരാൻ തുടങ്ങി ഒരു ഇതിലേക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിയിലെ ഇലകൾ നമ്മൾ നുള്ളി കൊടുക്കാറുണ്ട്. കണ്ടേ, അടിയിൽ നമ്മൾ കുറച്ച് മേപ്പോട്ട് വരുന്തോറും ഇലകൾ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റുകൾ വളരും. കരിഞ്ഞ ഇലകളൊന്നും നിൽക്കില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ല വിളവ് തക്കാളിയിൽ നമുക്ക് കിട്ടും. എന്നിരുന്നാലും ഇതിന് പ്രധാനമായി ബാധിക്കാൻ സാധ്യതയുള്ളത് വാട്ടരോഗമാണ്.
വാട്ടരോഗത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സൂഡോമോണാസൊക്കെ കലക്കി ഒഴിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് തക്കാളി കൃഷിയുടെ വിശേഷങ്ങൾ.